ശ്രീനഗറിൽ നിന്നും സോൻമാർഗിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. ശ്രീനഗർ സിറ്റിയിൽ നിന്നും ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് സോൻമാർഗിൽ എത്തിച്ചേരാൻ. സോൻമാർഗ് കാശ്മീരിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ്. സോൻമാർഗിനെയും ഗംഗാഗീറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോൻമാർഗ് ടണൽ കൂടി കടന്നിട്ട് വേണം നമുക്ക് ഇവിടെ എത്താൻ. സോൻമാർഗ് ടണൽ കടന്നതിനു ശേഷം നമ്മൾ എത്തിച്ചേരുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാതയിലാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകം എന്ന് തന്നെ വേണം പറയാൻ. 2 ഭാഗത്തും മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകൾക്കിടയിലൂടെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു യാത്ര. കുറച്ച് സമയത്തെ യാത്രക്കൊടുവിൽ ഞാൻ സോൻമാർഗ് ബേസിൽ എത്തിച്ചേർന്നു. സോൻമാർഗ് ബേസിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോജില പാസ്, 0 പോയിൻറ്റ്, തേജ്വാസ് ഗ്ലാഷ്യർ, അങ്ങനെ ഒരുപാട്. അതിൽ ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോജില പാസിലേക്കുള്ള കുതിരസവാരിയായിരുന്നു. ഏകദേശം 3 കിലോമീറ്ററോളമുള്ള കുതിരസവാരി സോൻമാർഗ് ബേസിൽ നിന്നും തേജ്വാസ് ഗ്ലാഷ്യറിലേക്ക്. മഞ്ഞുമലകളിലുള്ള ചെങ്കുത്തായ വഴികളിലൂടെയുള്ള ഈ ഒരു കുതിരസവാരി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. 3 കിലോമീറ്ററോളമുള്ള കുതിരസവാരിക്കൊടുവിൽ ഞാൻ തേജ്വാസ് ഗ്ലാഷ്യർ എന്ന അത്ഭുത ലോകത്ത് എത്തിച്ചേർന്നു. ചുറ്റുപാടും മഞ്ഞുകണങ്ങൾ വിതറിയതുപോലെയുള്ള മലനിരകളും വൃക്ഷങ്ങളും ഒക്കെയായിട്ടുള്ളൊരു മനോഹരമായ ഭൂമി എന്ന് തന്നെ വേണം പറയാൻ. മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന ശുദ്ധജല തടാകങ്ങളും മലഞ്ചെരിവുകളും മഞ്ഞുകണങ്ങളുമൊക്കെ ആയിട്ടുള്ള ഒരത്ഭുത ഭൂമി. ഞാനിവിടെ ചിലവഴിച്ചിട്ടുള്ള 2-3 മണിക്കൂറുകൾ എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗം എന്നതിൽ യാതൊരു സംശയവും തന്നെ ഇല്ല.